എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. 3:20 വായിച്ചാട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ താഴാൻ കഴിയും. 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ആ വചനത്തെ ഓർത്ത് സ്തോത്രം ചെയ്താൽ, 3 തിരുവെഴുത്തുകളെ ഓർത്ത് സ്തോത്രം ചെയ്താൽ, സ്തോത്രം ചെയ്താൽ, സ്തോത്രം ചെയ്താൽ, സ്തോത്രം ചെയ്താൽ, സ്തോത്രം ചെയ്താൽ, എല്ലാവരും 3 തിരുവചനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്താൽ, എല്ലാവരും സ്തോത്രം ചെയ്താൽ, സ്തോത്രം ചെയ്താൽ, സ്തോത്രം ചെയ്താൽ, സ്തോത്രം ചെയ്താൽ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, 3 തിരുവെഴുത്തുകളെ ഞങ്ങൾ സ്വർഗത്തിലെ കരത്തിൽ തരുന്നു. വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണം. വചനത്തിന്റെ വെളിപ്പാട് ഞങ്ങൾക്ക് തരണം. വചനം ഞങ്ങളെ പഠിപ്പിക്കണം. ഒപ്പം വചനത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണം. ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ദൈവനാമം മഹത്വപ്പെടണം. ദൈവശുശ്രൂഷകൾക്ക് എതിരെ നിലകൊള്ളുന്ന സകലത്തിന്റെ മേലും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചു ജയമെടുത്ത് അതെല്ലാം ദൈവാത്മാവിന് കീഴടങ്ങാൻ കൽപ്പിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശബ്ദം ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട 3 വാക്യ ശകലങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചത്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ആഴമേറിയ വെളിപ്പാടുകൾ നിറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മേലാൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തതയാർന്ന വെളിപ്പെടുത്തലുകളുള്ള പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം അങ്ങനൊന്നും നമുക്ക് പഠിച്ച് അല്ലെങ്കിൽ അങ്ങനൊന്നും നമുക്ക് ആ വെളിപ്പാട് പുസ്തകത്തെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ആഴമായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരാത്മനിയോഗത്തോടെ വേണം അതിനെ ധ്യാനിക്കാൻ. ഹല്ലേലൂയ. മേലാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു വിട്ടാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. അതിനെ വ്യക്തമായി പഠിച്ചാലേ നമുക്കത് മനസ്സിലാക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആയ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട പുസ്തകമാണ് വെളിപ്പാട്. സ്തോത്രം. എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധ ആത്മാവ് ഈ 3 ഭാഗങ്ങൾ എന്റെ ഹൃദയത്തിലേക്ക് നൽകിച്ചിട്ടുണ്ട്. ഇവിടെ 3 വാതിലിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. 3 വാതിൽ. 3-8 പറയുന്ന വാതിൽ
ദൈവം തുറന്ന വാതിൽ, ദൈവം തുറന്നു വെച്ചിരിക്കുന്നു. 3:8. എന്നാൽ 3:20 വരുമ്പോൾ നമ്മൾ തുറക്കേണ്ട വാതിൽ. മനസ്സിലായോ? ഒന്നാമത്തെ വാതിൽ ദൈവം തുറന്നിരിക്കുന്ന വാതിലാണെങ്കിൽ, രണ്ടാമത്തെ വാതിൽ നമ്മൾ തുറക്കണം. എന്നാൽ മൂന്നാമത്തെ വാതിൽ ഇന്ന് തുറക്കാൻ പോകുന്ന വാതിൽ. ആ വാക്കിനെ തെറ്റിദ്ധരിക്കരുത്. ആ വാക്കിനെ, ഞാൻ ഇന്ന് തുറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വാക്കിനെ തെറ്റായി വ്യാഖ്യാനിക്കരുത്. അത് ഈ ശുശ്രൂഷ മുൻപോട്ട് വരുമ്പോൾ ഞാൻ ആ പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഒന്നാമത്തെ ആ വാക്യം ഒന്ന് വായിക്കും. ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് എനിക്കറിയാം. ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നീ എന്റെ വചനം കാത്തു. ഫിലദൽഫിയ സഭയോടുള്ള ദൂത. 7 സഭകളിൽ പരിശുദ്ധാത്മാവ് ഒരു കുറവ് പോലും പറയാത്ത ഒരു സഭയാണ് ഫിലദൽഫിയ സഭ. ബാക്കി സഭകളിലൊക്കെ കുറവുകൾ ഇതിനോടൊപ്പം പരാമർശിക്കുമ്പോൾ ഫിലദൽഫിയ സഭ ദൈവം നല്ല സാക്ഷ്യം അവരെ കുറിച്ച് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അല്പമേ ശക്തി ഉള്ളൂ എന്നെനിക്കറിയാം, അപ്പോൾ തന്നെ എന്റെ വചനം നിങ്ങൾ കാത്തു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഇല്ലാതെ വരുന്നൊരു കാര്യമാണ് ദൈവവചനത്തെ കാക്കുക എന്നത്. മായം ചേർത്ത്, മന്ത്രം ചേർത്ത് ദൈവവചനത്തെ വിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഈ വചനത്തെ കാക്കാൻ കഴിയുന്നുണ്ടോ? എത്ര പേർക്ക് ധൈര്യത്തോടെ മുഖം ചുളുക്കാതെ ധൈര്യത്തോടെ എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പ് പറയാൻ പറ്റും? സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ വചനം കാക്കുന്നതാണ്. ദൈവത്തിന്റെ വചനത്തെ ദുഷിപ്പിക്കുന്ന ആളല്ല. ദൈവത്തിന്റെ വചനത്തെ ഞാൻ കാക്കും. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ പറയാം, നിങ്ങൾക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിൽ പോലും നിങ്ങൾ എന്റെ വചനം കാത്തു. അടുത്തൊരു ക്വാളിറ്റിയും കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ നാമത്തെ നിഷേധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ദൈവവചനത്തെ കാത്തു സൂക്ഷിക്കാതെ ഇത് നഷ്ടപ്പെടത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ വന്നിട്ടും ദൈവനാമത്തെ നിഷേധിക്കത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ നടുവിൽ വന്നിട്ടും നിങ്ങൾ എന്റെ വചനം കാത്തു. നിങ്ങൾ എന്റെ നാമത്തെ നിഷേധിച്ചു. കാത്തു എന്ന് എടുത്തു പറയണമെങ്കിൽ, നാമം നിഷേധിച്ചില്ല എന്ന് എടുത്തു പറയണമെങ്കിൽ, ആ നിലയിലുള്ള സാഹചര്യം ഉടലെടുത്തു എന്നുള്ളത് ഉറപ്പാണ്. സ്തോത്രം. ഉറപ്പാണ്. പിശാചിനെ, ഇയ്യോബിനെ പരീക്ഷിക്കാൻ പോകുന്ന സമയത്ത് ദൈവം ഒരു കാര്യം പറഞ്ഞു, നീ പരീക്ഷിച്ചോ, അവന്റെ ശരീരം മുഴുവനും
അവന്റെ വസ്തുവകകൾ മുഴുവനും, അവന്റെ തലമുറകളെ മുഴുവനും, അവന്റെ മൃഗസമ്പത്തെ മുഴുവനും എല്ലാം ഞാൻ നിന്റെ കരുത്തിൽ തരിക, നീ എന്തു വേണേലും ചെയ്തു, പക്ഷേ അവന്റെ പ്രാണനെ നീ തുടരും. അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം എന്താ? ദൈവം ഒരു കൈ അയച്ചാൽ പിശാച് തൊടുവെന്ന് ദൈവത്തിന് അറിയാം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഒരാളെ നശിപ്പിക്കാൻ, തകർത്ത് കളയാൻ പിശാചിന് ശക്തിയുണ്ട്. പക്ഷേ ഒരാളെ പണിതെടുക്കാനോ ഒരാളെ ജീവൻ നൽകാനോ പിശാചിന് അധികാരമില്ല. സ്തോത്രം, സ്തോത്രം. അപ്പോ ഈ ഒരു കാര്യം ഫിലദൽഫിയ സഭയോട് എടുത്തുദ്ധരിക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് അവർക്ക് പരീക്ഷകൾ നേരിട്ടു എന്നതിന് ഒരു സംശയവുമില്ല. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് മനസ്സിലാക്കണമെങ്കിൽ താഴോട്ടൊന്ന് വായിച്ചേ ഭാഗം. ഞാൻ തോന്നിലേക്ക് വരാം. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് എന്ത് ചെയ്യും? വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും നിഷ്കളങ്കതയെ കുറിച്ചുള്ള വചനം നീ കാത്ത് കൊണ്ടതിനാൽ ഞാനും നിന്നെ, അപ്പൊ എന്റെ വചനം കാത്തത് കൊണ്ട് നിന്നെ ഞാൻ കാക്കുന്ന ഒരു കാലം വരുമെന്നാ പറഞ്ഞു. അടുത്തത്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് നീ പിടിച്ചോണം. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ യഹൂദരല്ലാതെ യഹൂദരാണെന്ന് പറഞ്ഞു വരുന്ന ചില സാത്താന്യാരാധന. ഇനി ഞാൻ പറയാം, 8-ാം വാക്യം 2-ന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അല്ല, 9-ാമത്തെ വാക്യം 2-ന്റെ 9. സ്മുർണ്ണയിലെ സഭയോടുള്ള ദൂത കേട്ടോണ്ട. ഞാൻ നിന്റെ തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, സ്മുർണ്ണയിലെ സഭയ്ക്ക് ഉണ്ടായ ഒരു അബദ്ധം അല്ലെ ഒരു വീഴ്ച എന്ന് പറയുന്നത്, യഹൂദരല്ലാത്ത സാത്താന്യ പള്ളിക്കാരായ സാത്താനെ ആരാധിക്കുന്നവർ വന്നപ്പോൾ അതിനെ വിവേചിച്ച് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇവര് അവരുമായിട്ട് ഇടകലർന്നൊരനുഭവം ഉണ്ടായി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അവർക്കൊരു കഷ്ടകാലം വരുമെന്ന് പറഞ്ഞ മനസ്സിലായോ? ഇതേ പാർട്ടികൾ ഫിലദൽഫിയ സഭയിൽ വന്നപ്പോൾ അവരുമായി ഇടകലരാതെ ജീവിക്കുന്ന ദൈവവചനത്തിന്റെ സത്യങ്ങളെ അവർ സൂക്ഷിച്ചു. സ്തോത്രം, പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്റെ വചനത്തെ കാത്തു എന്ന ദൈവാത്മാവ് പറഞ്ഞതിന്റെ കാര്യം സ്മുർണ്ണയിലെ സഭയിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ സഭയുടെ അകത്ത് കയറി വന്നതിന്റെ
യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവർക്ക് വീഴ്ച സംഭവിച്ചു. എന്നാൽ ഫിലദൽഫിയ സഭക്കാരോ അവർക്ക് വീഴ്ച സംഭവിച്ചില്ല. അവർ സാത്താന്യ ആരാധനക്കാരെ മനസ്സിലാക്കി. യഹൂദരല്ലാത്തവര് യഹൂദരായി നടിച്ച് അവരുടെ നടുവിൽ വന്നപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി അവരിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിന്നു. ഈ കാലഘട്ടത്തിൽ ഇന്ന് മകൾ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവ് നൽകുന്ന ഒരു ഉപദേശം, ഈ കാലഘട്ടത്തിലും ഇതുപോലുള്ള വചന വിരുദ്ധമായ പലവിധ പ്രവണതകൾ വസിക്കുമ്പോൾ ഇന്ന് മകൾ ആത്മാവ് പറയുക, അതിന്റെ നടുവിൽ വിവേചിച്ച് തിരിച്ചറിഞ്ഞിട്ട് നീ ദൈവത്തിന്റെ വചനം നീ കാത്തു ജീവിച്ചോളാം. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ചു പറയുക, ഞാൻ എന്റെ ദൈവത്തിന്റെ വചനത്തെ കാക്കുന്ന ആളാണ്, ഞാൻ എന്റെ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ചെയ്യുന്നയാളല്ല. ഇന്ന് പകൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നു? ആ സഭ വചനത്തെ കാത്തു. ആമേൻ. അവരുടെ സഭയുടെ അകത്തോ അവരുടെ ജീവിതങ്ങളുടെ അകത്തോ മറ്റൊരു ശക്തികൾക്കും മറ്റൊരു വിധമാകുന്ന അധികാരങ്ങൾക്കും ഒരു വിധത്തിലുമുള്ള സ്വാധീനം ഉണ്ടാകാൻ അവർ അനുവദിച്ചു കൊടുത്തില്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്, അകത്ത് കേറണ്ട പോലെ വചനം കയറി. ഫിലദൽഫിയ സഭയുടെ അകത്ത് കേറണ്ട പോലെ വചനം കയറി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, വചനത്തിൽ ഉറച്ചാൽ നിങ്ങൾ വീണു പോകത്തില്ല. വചനത്തിൽ ഉറച്ചാൽ നിങ്ങളെ വഞ്ചിക്കാൻ ഒരാൾക്ക് കഴിയും. സ്തോത്രം ചെയ്യുന്നു. ഇനി ഞാൻ ദൂതിലേക്ക് വരാം. ഈ വചനം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ചരിത്രം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ആ സഭയ്ക്കെതിരെ പലവിധ പ്രതിസന്ധികൾ വന്നു, പലവിധ പ്രതിയോഗികൾ വന്നു, പലവിധ പ്രതികൂല സാഹചര്യങ്ങൾ വന്നു. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തെ യഥാർത്ഥമായി കാത്തു സൂക്ഷിച്ചാൽ പോരാട്ടം ഉണ്ടാവും. ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണ വലിയ കുഴപ്പം. പിശാചുമായിട്ട് ഒരു കോംപ്രമൈസ് ഒക്കെ ചെയ്ത് ഒരു പാർട്ണർഷിപ്പിലൊക്കെയാണ് പോകുന്നതെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകും. ഇല്ല, ദൈവവചനത്തിന്റെ സത്യങ്ങളെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണോ പിശാച് നിന്നോട് പോരാ. ഫിലദൽഫിയ സഭയോട് ഉണ്ടായതല്ല. വചനത്തെ അവർ കളങ്കമില്ലാതെ കാത്തു സൂക്ഷിച്ചപ്പോൾ അവർക്കെതിരെ പോരാട്ടം ഉണ്ടായി, അവർക്കെതിരെ പ്രതികൂലം ഉണ്ടായി, അവർക്കെതിരെ പ്രതിയോഗികൾ ഉണ്ടായി. ക്രൈസ്തവരോട് അതിന്റെ നടുവിൽ അവർക്ക് പ്രവർത്തിക്കാനാ ഒരു വാതിൽ തുറന്നത്. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനത്തെ കാത്തു സൂക്ഷിച്ചപ്പോൾ, ദൈവത്തിന്റെ നാമത്തെ അവർ ഹൃദയത്തിൽ ചുമന്നപ്പോൾ, പലവിധമാകുന്ന പ്രതിസന്ധികളും പ്രതിയോഗികളും പ്രതിബന്ധനങ്ങളും അവർക്കുണ്ടായപ്പോൾ അവർ ഞെരുങ്ങിപ്പോയെന്നുള്ളത് സത്യമാണെങ്കിലും അതിന്റെ നടുവിൽ പുറത്തു വരേണ്ടതിന് അവർക്ക് പ്രവർത്തിക്കാൻ ഒരു വാതിൽ ദൈവം തുറന്നു. അതാണ് ഈ വാതിൽ. സ്തോത്രം, സ്തോത്രം. അവർക്ക് സഭയ്ക്ക് പ്രവർത്തിക്കത്തക്കവണ്ണം, അവർക്ക് മുൻപോട്ട് പോകത്തക്കവണ്ണം ദൈവം തുറന്ന വാതിലാണ് 3:8 നമ്മൾ വായിച്ച വാതിൽ. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. അത് ഈ പ്രതിയോഗികൾക്ക് അടയ്ക്കാൻ കഴിയത്തില്ല, ഈ പ്രതിസന്ധികൾക്ക് അതിനെ അടയ്ക്കാൻ കഴിയത്തില്ല, ഈ പ്രത്യാഘാതങ്ങൾക്ക് അതിനെ അടയ്ക്കാൻ കഴിയത്തില്ല. ഇത് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വാതിലാണ്. അങ്ങനെയെങ്കിൽ ഇന്നു മുതൽ ആത്മാവ് സംസാരിക്കുന്നു, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ
ഒരു വാതിൽ, നിനക്ക് പ്രവർത്തിക്കാൻ ഒരു വാതിൽ ഹല്ലേലൂയ ദൈവം തുറക്കാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? പ്രതിസന്ധികളുടെ നടുവിൽ കടന്നു പോകുന്നവർ, പ്രതികൂലങ്ങളുടെ നടുവിൽ കടന്നു പോകുന്നവർ, പ്രതിയോഗികളുടെ നടുവിൽ കടന്നു പോകുന്നവർ, അങ്ങനെയുള്ളവരോട് ആത്മാവ് സംസാരിക്കുന്നു. നിനക്ക് ഇറങ്ങി പ്രവർത്തിക്കത്തക്കവണ്ണം ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുന്നെന്ന് ഇന്ന് പകൽ ആത്മാവ് ഇടപെടുകയാണ്. എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? നിനക്ക് പ്രവർത്തിക്കാൻ ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുന്നു. ചില പ്രതികൂലങ്ങളുടെ മുൻപിലാണോ നീ? ചില പ്രതിസന്ധികളുടെ മുൻപിലാണോ നീ? ചില പ്രതിയോഗികളുടെ മുൻപിലാണോ നീ? അവരുടെ നടുവിൽ നിനക്ക് പ്രവൃത്തി വെളിപ്പെടുത്താൻ, നിനക്ക് പ്രവർത്തിക്കാൻ ഒരു വാതിലില്ലേ? ആത്മാവ് നിന്നോട് ദൂത് പറയുന്നേ, ആ നിനക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അകത്ത് വചനം കത്തുന്നവർ അടങ്ങിയിരിക്കരുത്. അകത്ത് വചനത്തിന്റെ വെളിപ്പാട് കത്തുന്നവർ അടങ്ങിയിരിക്കരുത്. സഭയ്ക്കെതിരെ പ്രതികൂലങ്ങൾ എഴുന്നേറ്റു, പ്രതിബന്ധങ്ങൾ എഴുന്നേറ്റു, പ്രതിയോഗികൾ എഴുന്നേറ്റു. ദൈവത്തിന് മനസ്സിലായി ഒരു വാതിൽ തുറന്നാലേ ഇവർക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു വാതിൽ തുറന്നാലേ ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു വാതിലിന്റെ സ്വർഗ്ഗം തുറന്നു. ഇന്ന് പ്രതിബന്ധങ്ങളുടെ നടുവിൽ, പ്രതിയോഗികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നിലകൊള്ളുന്ന നിനക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. ഇന്ന് മകളതൊന്ന് പ്രാപിച്ചേ, ഇന്ന് മകളതൊന്ന് പ്രാപിച്ചേ. ഓ രക്തം ജയം, രക്തം ജയം. ആ വിടുതൽ നടക്കുക കേട്ടോ. വചനത്തിന്റെ ശക്തി ആ മേഖലയിൽ ചിലത് ചെയ്യുന്നു. ഇന്ന് പകൽ പ്രാപിക്കേണ്ട വിടുതൽ ഇന്ന് പകൽ പ്രാപിക്കണം. പ്രതികൂലത്തിന്റെ നടുവിൽ കടന്നു പോകുന്ന, പ്രതിസന്ധികളുടെ നടുവിൽ കടന്നു പോകുന്ന, ചില പ്രതിയോഗികളുടെ മുൻപിൽ കടന്നു പോകുന്ന നിനക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു വാതിൽ തുറന്നേ പറ്റത്തുള്ളൂ. ആ വാതിൽ തുറക്കാതെ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇതറിയുന്ന ദൈവം നിന്നോട് ദൂത് പറയുന്നു. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ ഞാൻ തുറക്കാൻ പോകുന്നു. ആരാധനയിലത് സ്വീകരിക്കുക, ആത്മാവിലത് സ്വീകരിക്കുക, ആത്മാവിലത് സ്വീകരിക്കുക, ആത്മാവിലത് സ്വീകരിക്കുക. ആ വിടുതൽ നടക്കട്ടെ, ആ വിടുതൽ നടക്കട്ടെ. എല്ലാവർക്കും ആരാധിക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം കാക്കുന്നവർക്ക്, ദൈവനാമത്തെ ദുഷിപ്പിക്കാത്തവർക്ക് ഈ ദൂത് ധൈര്യമായി ഏറ്റെടുക്കാം. നിനക്ക് വിടുതലുണ്ട്. പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും, പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല, ദൈവത്തിന്റെ വചനത്തെ ഉപേക്ഷിച്ചില്ല, ദൈവത്തിന്റെ നാമത്തെ തള്ളിപ്പറഞ്ഞില്ല. അങ്ങനെ നിൽക്കുന്ന വ്യക്തിയാണോ നീ? നിന്നോട് ദൂത് പ്രവർത്തിക്കാൻ ഒരു വാതിൽ ദൈവത്തിന്
പ്രതികൂലത്തിന്റെ നടുവിൽ തുറക്കും, ഈ പ്രതിസന്ധികളുടെ നടുവിൽ തുറക്കും, ഈ പ്രതിയോഗികളുടെ നടുവിൽ തുറക്കും, ഈ പ്രത്യാഘാതങ്ങളുടെ നടുവിൽ തുറക്കും. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഏറ്റെടുത്ത്, വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഉൾക്കൊണ്ട് ഇന്ന് നമ്മുടെ വിടുതൽ സ്വീകരിക്കാം. Yes, yes, yes. മനസ്സിലായോ? പ്രതികൂല പ്രതിസന്ധികളുടെ നടുവിൽ യഹൂദരല്ലാതിരിക്കെ യഹൂദരായിട്ട് നടിച്ചു വന്നവരെ വരെ അകറ്റി നിർത്തി ദൈവഹിതമില്ലാത്തവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടാതെ ദൈവത്തിന്റെ പത്യ വചനത്തെ കാത്തു സൂക്ഷിച്ച് ദൈവനാമത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിന്ന് ദൈവനാമത്തെ പ്രതികൂല സാഹചര്യത്തിലും ദുഷിക്കാതെ, ദൈവനാമത്തെ ദുഷിച്ച വാക്കുകൾ പറയാതെ അവർ ദൈവത്തിനു വേണ്ടി യാഥാർത്ഥ്യമായി നിന്നപ്പോൾ അവർക്കെതിരെ പ്രതികൂലം എഴുന്നേറ്റു, അവർക്കെതിരെ പ്രതിസന്ധി എഴുന്നേറ്റു. ദൈവത്തിന് മനസ്സിലായി ഈ സഭയ്ക്ക് മുൻപോട്ട് പോകണമെങ്കിൽ, ഈ സഭയ്ക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു. ആ വാതില 3:8 ദൈവം തുറന്നു. അത് ദൈവത്തിന് പ്രവർത്തിക്കാനല്ല, സഭയ്ക്ക് പ്രവർത്തിക്കാൻ ദൈവം തുറന്നത്. ഇന്ന് പകൽ വെളിപ്പാട് മനസ്സിലായോ? വെളിപ്പാട് മനസ്സിലായി. നിനക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കാൻ പോകുന്നതാണ്. നിനക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം നിനക്കായിട്ടൊരു വാതിൽ തുറക്കാൻ പോകുന്നതാണ് ദൂത്. സ്തോത്രം. ഒരു ദൂതാത്മാവ് എന്നെ കണക്ട് ചെയ്യുന്നു. വായിച്ചേ 1 കൊരിന്ത്യർ 16:9. 1 കൊരിന്ത്യർ 16:9. 1 കൊരിന്ത്യർ 16:9. എനിക്ക് വലിയതും സഫലവുമായൊരു ഒരാമൻ പറഞ്ഞു. എതിരാളികൾ അവിടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടേ. ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന വാതിലിന്റെ ദൂത. എതിരാളികൾ പലരുണ്ട്, പക്ഷെ ആത്മാവ് ദൂത് പറയാ, വലിയതും സഫലവുമായ ഒരു വാതിൽ തുറക്കാൻ പോവുക. വിശ്വസിക്കുന്നവര് മാത്രം ഏറ്റെടുത്ത് ആത്മാവിൽ നന്ദി നിറഞ്ഞ് പ്രാർത്ഥിച്ചു. എതിരാളികൾ പലരുണ്ട്, നീ ഭാരപ്പെടണ്ട. ആ വാക്ക് വള്ളി പുള്ളി തെറ്റാതെ ആത്മാവ് അത് തന്നെ പറയാൻ എന്നോട് പറയുന്നു. വലിയതും സഫലവുമായ ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുന്നെന്ന് ഇന്ന് ദൈവാത്മാവ് സംസാരിക്കുന്നു. അതെന്നോടുള്ള വിഷയത്തിലാണെന്ന് ഉറപ്പുള്ളവരെ ഏറ്റെടുത്ത് ആ ദൂത് സ്വീകരിക്കുക. ചൂടാരാധന സംവാരാധന അത്തുരാത്മാജന ചൂരപ്രഭാകന അത്തുരാത്മാനക ഭൂഡമനക അത്തുര ജഗൽക്കമന ഭൂഡരംഗ പ്രവക്ഷാദന അതുര മനക്ഷാരീകമന. ഇന്നു പകൽ ആ വാതിൽ തുറക്കട്ടെ, ആ വാതിൽ ഇന്നു പകൽ തുറക്കട്ടെ. പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിബന്ധനങ്ങളുടെ നടുവിൽ, പ്രതിയോഗികളുടെ നടുവിൽ ആത്മാവിടപെടുന്നു. വലിയതും സഫലവുമായ ഒരു വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. പ്രാപിക്കട്ടെ,
ഈ അധ്യായം പഠിക്കുമ്പോൾ ചരിത്രം പഠിപ്പിക്കുന്നത് യഹൂദ ക്രിസ്ത്യാനികൾക്ക്, യഹൂദ ജനങ്ങൾക്ക് അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ട് അവർ വളരെ ഞെരുക്കത്തിലിരുന്ന സമയത്ത് പൗലോസ് നിർദ്ദേശം കൊടുത്തു, അവർക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരു ധനസഹായം ഉണ്ടാകട്ടെ, ഒരു ധനശേഖരണം ഉണ്ടാകട്ടെ. അതാണ് ഈ ഭാഗം. എന്ന് വെച്ചാൽ ആഴ്ചവട്ടത്തിന്റെ ആദ്യ ദിവസം, വിശുദ്ധ ആരാധന ദിവസം, ഒരാഴ്ചയിൽ നിങ്ങൾക്ക് കിട്ടിയതിന്റെ അഭിവൃദ്ധി, ധനശേഖരണം നിങ്ങൾ ആലയത്തിൽ കൊണ്ടുവരണം. ഇല്ലായ്മയുടെ നടുവിൽ ഭാരപ്പെടുന്ന വിശുദ്ധർക്ക് വേണ്ടി ഒരു കരുതലിന്റെ അധ്യായം, 16-ാം അധ്യായം. സ്തോത്രം. ഓരോ ആഴ്ചയിലും ദൈവം നൽകുന്ന അഭിവൃദ്ധിക്ക് അനുസരിച്ച് കൊണ്ടുവരണമെന്നുള്ള പൗലോസിന്റെ നിർദ്ദേശം. സ്തോത്രം. ആമേൻ. ഞാൻ ആ ഭാഗം കൂടുതൽ പ്രസംഗിക്കുന്നില്ല. പ്രസംഗിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും, ഞങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് പാസ്റ്റർ ഞങ്ങളെ കുത്തുവാണ്. അവിടെ ആ ഭാഗം കിട്ടില്ല. എനിക്കെട്ടാണോ കുത്തിയെന്ന് ഒരു ഡൗട്ട്. വേണ്ട, ആർക്കും അങ്ങനെ ഒരു സംശയം വേണ്ട. പോട്ടെ. എന്നെ നിയോഗിക്കുന്നുമില്ല ദൈവം അത് പ്രസംഗിക്കാൻ. പിന്നെ ഞാൻ അധ്യായത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരും. വിശുദ്ധന്മാര് കഷ്ടം അനുഭവിച്ചപ്പോ അവർക്ക് വേണ്ടി കരുതാൻ പൗലോസ് നേതൃത്വം നൽകുന്നുണ്ട്. നമുക്കില്ലെങ്കിലും ഉള്ളവരെയും കൊണ്ട് കൊടുപ്പിക്കുവാൻ നമ്മൾ ഒരു കാരണമായാൽ അതിന്റെ അനുഗ്രഹം നമുക്കുണ്ട്. അതായി അധ്യായം. പോട്ടെ. അപ്പോ ഒന്ന്, ആ വാതിലിന്റെ ഒന്നാമത്തെ പ്രത്യേകത, സ്തോത്രം, വലിയതും സഫലവുമായൊരു വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്നു. ഒരു ദൂതൂടെ പറയാം. 2 കൊരിന്ത്യർ 2:12. ദൈവം തുറക്കാൻ പോകുന്ന 2 വാതിൽ. ത്രോമാസിൽ പറഞ്ഞാറ് ശ്രദ്ധിച്ചു കേട്ടോണം. കർത്താവിന്റെ പ്രവർത്തിക്കായി ഒരാമൻ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്തെ വാതിലിന്റെ ഒന്നാമത്തെ പ്രത്യേകത, വലിയതും സഫലവുമായ ഒരു വാതിൽ എനിക്കായി തുറന്നു. ദൈവം ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രവർത്തിക്കത്തക്കവണ്ണം ദൈവം തുറന്ന ഒരു വാതിൽ. ആത്മാവ് നിന്നോട് പറഞ്ഞ ദൂതത, വിശാലവും സഫലവുമായ ഒരു വാതിൽ. പക്ഷേ പലരും പ്രതികൂലമായി ഉണ്ടാകും. രണ്ടാമത്തെ വാതിലിന്റെ പ്രത്യേകത കേട്ടോ, ദൈവത്തിന് പ്രവർത്തിക്കത്തക്കവണ്ണം എനിക്കൊരു വാതിൽ. ആമേൻ പറ. ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല, ദൂത് മാത്രമാണ് പറയുന്നത്. കാരണം എന്റെ പ്രസംഗം വെളിപ്പാടിലാ കിടക്കുന്നു. ദൈവത്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു.
എന്തിനാണോ ദൈവം എന്നെ അയച്ചത്, എന്തിനാണോ ദൈവം എന്നെ കൊണ്ടുവന്നത്, ആ കാര്യ നിർവഹണത്തിനായി ഒരു വാതിൽ എനിക്കായി തുറന്നിരിക്കും. ഒന്നാമത്തെ വാതിൽ വിശാലവും സഫലവുമായ വാതിലാണെങ്കിൽ ആത്മാവ് രണ്ടാമത് സംസാരിക്കുന്നു, നീ ചെല്ലുന്നിടത്ത് നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഒരു വാതിൽ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇന്നു പകൽ ഇടപെടുകയാണ്. പല വാതിൽ തുറന്നു, നമ്മൾ ചെന്നു, ദൈവം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോയ വണ്ടിക്കൂലി നഷ്ടം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? പല വഴികളും മുട്ടി, വാതിൽ തുറന്നു, ചെന്നു, ദൈവം പ്രവർത്തിക്കുന്നില്ല, പോയതുപോലെ വരാം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. എന്നാൽ ഇന്നു പകൽ ആത്മാവ് ഇടപെടുന്നു, നിനക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കത്തക്കവണ്ണം ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് അത് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്? നിനക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കത്തക്കവണ്ണം ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുന്നു. ഇന്ന് പകൽ ആത്മാവിനോട് ഇടപെടുക. ചില വാതിലുകൾ നിന്റെ മുമ്പിൽ അടയത്തില്ല, ചില വാതിലുകൾ നിന്റെ മുമ്പിൽ അടയത്തില്ല. ആത്മാവ് ശക്തമായി ഇടപെടുന്നു. നീ ചെല്ലുന്ന ആ വാതിലിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വർഗമുണ്ടായിരിക്കുമെന്ന് ഇന്ന് പകൽ ആരോടൊക്കെയോ ആത്മാവ് സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ആ സ്വർഗം ഉണ്ടായിരിക്കുമെന്ന് ഇന്ന് പകൽ ആരോടൊക്കെയോ ആത്മാവ് ഇടപെടുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിനെ സ്വീകരിക്കുക. ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിന് നിനക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു വാതിൽ ദൈവം നിനക്കായി തുറക്കാൻ പോകുകയാണ്. യെസ് 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 യെസ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞാനൊരു സഹോദരന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിരുന്നു. സ്തോത്രം. അദ്ദേഹം ഇന്റർവ്യൂവിന് പോകുമ്പോ അവിടുത്തെ ഒരു മെയിൻ അറബിയുണ്ട്, അവിടുത്തെ ആളാണ്. അദ്ദേഹം ഇന്റർവ്യൂ ചെയ്ത്, അദ്ദേഹം ഇന്റർവ്യൂ ചെയ്താൽ എടുക്കുന്നത് വളരെ ചുരുക്കം. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ വളരെ പ്രയാസമാ പാസ്സാക്കാൻ. ദൈവാത്മാ പറഞ്ഞില്ല, നീ കേറുന്ന സമയത്ത് ദൈവം നിനക്ക് തുറന്ന വഴിയാ. നീ കേറുന്ന സമയത്ത് അതിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി നടക്കുക. അപ്പൊ ഈ അറബിയുടെ കൂടെ നിൽക്കുന്ന ഒരു മലയാളി അവിടുത്തെ സ്റ്റാഫാണ്. എല്ലാ ഇന്റർവ്യൂവും കഴിഞ്ഞ് ഓരോരുത്തർ കയറി ഇറങ്ങി. ഇദ്ദേഹം കയറുന്ന സമയമായപ്പോൾ എന്തോ ഒരു എമർജൻസി, എന്തോ ഒരു അത്യാവശ്യ കാര്യം വന്ന് ആ അറബി കുറച്ച് മിനിറ്റത്തേക്ക് അവിടെ നിന്ന് മാറി. എന്നിട്ട് കൂടെ നിന്ന മലയാളിയോട് പറഞ്ഞു, അടുത്ത ആള് വരുന്ന വ്യക്തി എന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പറഞ്ഞു. ഇദ്ദേഹം ഇരുന്നു. അദ്ദേഹം കയറി വന്നപ്പോ അറബി അല്ലിരിക്കുന്നു. വന്നിരുന്നു, സംസാരിച്ചു. മലയാളികളായതുകൊണ്ട് ആ ഒരു സ്നേഹം ഉണ്ടായി. എവിടാ എന്നൊക്കെ ചോദിച്ചു, ഇന്റർവ്യൂ ഒക്കെ എടുത്തു. എന്നിട്ട് അറബി വന്നൊക്കെ പറഞ്ഞു, സാറേ ഈ പയ്യൻ കൊള്ളാം. ഉടനെ അറബി പറഞ്ഞു, എന്നാ ശരി ഇവനെ നമുക്ക് പറഞ്ഞു.
ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം തുറന്ന വഴിയായോണ്ട് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഞാൻ പറഞ്ഞു വന്നത്, നിനക്ക് വേണ്ടി ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം. അപ്പോ ഫിലദൽഫിയ സഭയ്ക്ക് പ്രവർത്തിക്കുവാൻ വേണ്ടി ഒരു വാതിൽ ദൈവത്തിന്. ആ വാതിൽ വെറും ഒരു വാതിലല്ല, ആത്മാവ് തന്ന ദൂതാണല്ലോ. വലിയതും സഫലവുമായ ഒരു വാതിൽ, ദൈവം പ്രവർത്തിക്കുന്ന ഒരു വാതിൽ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ഹല്ലേലൂയ പാടണം. അവിടെ നിന്നാ തീരില്ല. രണ്ടാമത്തെ ദൂതിലേക്ക് ഞാൻ വരികയാണ്. 3:20 വായിച്ചു. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. വാതിൽ തുറന്നു. ഞാൻ അവന്റെ അടുക്കൽ ചെന്നു. അവൻ എന്നോടും കൂടെ അത്താഴം കഴിയും. ഈ വാതിൽ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ. ഒന്നാമത്തെ വാതിൽ ദൈവം തുറന്നതാണെങ്കിൽ രണ്ടാമത്തെ വാതിൽ നമ്മൾ തുറന്നു. നമുക്കറിയാം, സുപ്രസിദ്ധ ചിത്രകാരൻ കോൾമാൻ ഫണ്ടിന്റെ ഏറ്റവും പ്രസിദ്ധമായ ചിത്രം ഒരു വാതിലിന്റെ പുറത്ത് നിന്ന് യേശു മുട്ടുന്നതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അദ്ദേഹം വരച്ചതിൽ ഏറ്റവും പ്രസിദ്ധമായി നിൽക്കുന്ന ചിത്രം എന്നാണ് കോൾമാൻ ഫണ്ടിന്റെ. അപ്പൊ ആ ചിത്രത്തിന് അത്രയും പ്രാധാന്യം. ആ ചിത്രം എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹൃദയം നമ്മൾ തുറക്കണം. കർത്താവിന് വേണ്ടി ഈ വാതിൽ തുറക്കാൻ ദൈവം തയ്യാറല്ല. കരിങ്കൽ പാറകളെ പൊടിച്ച് അകത്ത് കയറാൻ ദൈവത്തിന് കഴിയും. എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായാലും ദൈവത്തിന്റെ മുമ്പിൽ അതൊരു തടസ്സമേ അല്ല. പക്ഷെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ക്ഷണം കിട്ടുക എന്നുള്ളത് ഇച്ചിരി പ്രയാസമാണ്. ഒരു നിമിഷം കൊണ്ട് വേണേ ഒരു മനുഷ്യനെ, അവനെ തകർത്തുകൊണ്ട് ദൈവത്തെ സ്വീകരിപ്പാൻ ദൈവത്തിന് കഴിയും. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുന്ന ആളല്ല. അവന്റെ ഹൃദയത്തിൽ തന്നെ തോന്നി അവൻ എന്നെ ക്ഷണിക്കണം. പലപ്പോഴും ദൈവം മുട്ടുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ മീനിങ്? എന്താ? എനിക്ക് ഇത്രേ ഉള്ളൂ, രക്ഷ സൗജന്യമാണ്. രക്ഷ സൗജന്യമാണ്. അത് മുട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ അത് കൈവശപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക്. പറഞ്ഞ മനസ്സിലായോ? രക്ഷ ദൈവദാനമാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ, കൈവശപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അവന് വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു. സ്തോത്രം. ദൈവത്തിന് വേണ്ടി ഹൃദയം തുറന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആത്മസാന്നിധ്യത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് ചെയ്യാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൂതിന്റെ മുമ്പിൽ സമർപ്പിച്ചോണം. യേശു എന്ന രക്ഷകനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിന്റെ വാ കൊണ്ട് നീ ഏറ്റുപറയണം. ജലസ്നാനത്തിൽ പിതാപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഇത് ബിജോ പാസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നത് ഇത് ദൈവവചനത്തിന്റെ കൽപ്പനയാണ്. അപ്പൊ ഇതെല്ലാം ദാനമാണ്.
ഒരു ചെലവ് മുടക്കുമില്ല, ഒരു പൈസ മുടക്കുമില്ല. പൈസ ഇറക്കുന്ന കാര്യം വരുമ്പോഴാണല്ലോ നമുക്ക് പിശുക്ക് വരുന്നത്. അങ്ങനൊന്നുമില്ല. ഒരു പൈസ ചെലവുമില്ല, ഒരു മുടക്കുമില്ല. നിങ്ങൾ ഒരു ലോണും എടുക്കണം. മുത്തൂറ്റുകാരെ ഒന്നും ആശ്രയിക്കണ്ട, ഹിസാബുകാരെ ഒന്നും ആശ്രയിക്കണ്ട, ഒരു ലോണിനും പോകണ്ട. ഇത് സൗജന്യമാണ്. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ യേശു അകത്ത് വരും. എനിക്കറിയത്തില്ല, ആത്മാവിനോട് പറയുന്നു ഇത് പറയാൻ. ഇതൊക്കെ ഇന്ന് പലർ ആരൊക്കെയോ കേൾക്കുന്നുണ്ട്, ആരൊക്കെയോ ഇത് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. രക്ഷിക്കപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിനെ പ്രാപിച്ച് അതിനനുസരിച്ചുള്ള ജീവിതം നയിക്കാത്ത ഒറ്റയൊരെണ്ണം സ്വർഗരാജ്യം കാണുന്നത്. രക്ഷിക്കപ്പെട്ടോണ്ട് സ്വർഗത്തിൽ പോത്തില്ല, സ്നാനപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിൽ പോത്തില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോത്തില്ല. രക്ഷിക്കപ്പെട്ടിട്ട് രക്ഷിക്കപ്പെട്ട പോലെ ജീവിക്കണം. സ്നാനപ്പെട്ടിട്ട് സ്നാനാന്തര ജീവിതം നയിക്കണം. ആത്മാവിനെ പ്രാപിച്ചിട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അങ്ങനെയുള്ളവരാണ് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കുന്നത്. അതിനോടനുബന്ധിച്ച് ദൂത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ആമേൻ. എന്താ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? അതിനെ വിശദീകരിക്കാം, വെളിപ്പെടുത്താം. വായിച്ചോ, ഉത്തമഗീതം 5:2. സ്തോത്രം. ഉത്തമഗീതം 5:2. ഉത്തമഗീതമൊന്നും നമ്മൾ എടുക്കാൻ നോക്കാതെ ഇല്ല. എടുത്തു വരുമ്പോ ഒരുപാട് എഴുതാൻ. ഉത്തമഗീതം 5:2. യോ, ഞാൻ ഇനി പറഞ്ഞു ഇവിടെ. ഞാൻ ഉറങ്ങുന്നു. ഒരാമേ പറ. ഞാൻ ഉറങ്ങുന്നു. ഇത് പറയുന്നത് ആരാന്നറിയാമോ? പ്രിയതമയാണ്. പ്രിയതമയാ ഇത് പറയുന്ന, മണവാട്ടി ഇത് പറയും. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഇവിടെ കാര്യം. ഞാൻ ഉറങ്ങുന്നെങ്കിലും എന്റെ പ്രിയതമനു വേണ്ടി ഞാൻ ഉണർന്നിരിക്കുന്നു. അവരെപ്പോൾ വാതിൽ മുട്ടുമെന്ന് ഞാൻ അറിയുന്നില്ല. അടുത്ത വാക്യം. വാതിൽക്കൽ മുട്ടുന്ന, അതാ നമ്മൾ വായിച്ച ദൂത്, അതാ വരുന്നത്. വാതിൽക്കൽ വന്ന് മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. ഇത് പ്രിയതമ കാണുന്ന ഒരു സ്വപ്നമായി. മനസ്സിലായോ? 5ന്റെ അധ്യായം എന്ന് പറയുന്നത് പ്രിയനും പ്രിയതമയും തമ്മിൽ മാറി നിൽക്കുമ്പോൾ, അകന്നു നിൽക്കുമ്പോൾ, താൻ കൊട്ടാരത്തിലായിരിക്കുന്ന സമയത്ത് വിരഹവേദനയോടെ പ്രിയതമ കിടന്നുറങ്ങുമ്പോൾ പ്രിയതമ കണ്ട സ്വപ്നമായി. സ്തോത്രം. നമ്മൾ കാണും ആന കുത്താൻ വന്ന് ചക്ക പ്ലാവിന്ന് ചക്ക താഴോട്ട് വീഴും. ഇതൊക്കെയാ നമ്മൾ കാണുന്നത്. സ്തോത്രം. പ്രിയതമ കണ്ട സ്വപ്നം കണ്ടു. എന്ത് നല്ല സ്വപ്നമാ. ചിന്തിച്ചു കേട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പിന്നെ കാണും. അത് കർത്താവെന്ന പ്രിയതമനല്ല, വേറെ പ്രിയതമന. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. ഇനി ശ്രദ്ധിച്ചു കേട്ടെ. കാണുന്ന കാഴ്ച ഇതാ. എന്റെ പ്രിയതമൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. പ്രിയതമൻ വിളിക്കുക. സ്വപ്നമാകട്ടോ. എന്റെ സഹോദരി, എന്റെ പ്രിയേ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കേ. മണവാട്ടിയെ വിളിക്കുന്ന വിളി കേട്ടോ. ഇതിലൊന്നെങ്കിലും നിങ്ങളെ വിളിക്കാൻ വിടും. അല്ല, അവനവൻ തന്നെ വിലയിരുത്തിയ മതി. ഇതിലേതെങ്കിലും ഒന്ന് പ്രിയൻ എന്നെ വിളിക്കാൻ കൊള്ളൂ. ഒന്നുകൂടെ വായിച്ചേ. എന്റെ സഹോദരി, എന്റെ പ്രിയേ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കേ, തുറക്കുക എന്ന് വെച്ചാൽ തുറക്കുക എന്നാവശ്യപ്പെട്ടതിന്റെ കാര്യം നിന്റെ അടുക്കലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ?
പ്രിയതമൻ മുട്ടുക. നിന്റെ അടുക്കലേക്ക് വരാൻ ഞാൻ കൊതിക്കുന്നു, നിന്റെ അടുക്കലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം, എന്റെ ശിരസ് മഞ്ഞുകൊണ്ടും നനഞ്ഞിരിക്കുന്നു. അടുത്തത്, എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു. വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? എന്റെ കാലുകളെ ഞാൻ കഴുകിയിരിക്കുന്നു, അവയെ ഞാൻ ഇനി എങ്ങനെ മലിനമാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ കാല് ഞാൻ കഴുകി, ഇനിയും ഞാൻ മലിനമാക്കത്തില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീ എന്നെ അകത്തോട്ട് ക്ഷണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മലിനമായ കാല് ഞാൻ കഴുകി, നീ എന്റെ അകത്തേക്ക് പ്രവേശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതതിന്റെ അർത്ഥം. ഇനി എനിക്കൊരു ഞാൻ മടങ്ങിപ്പോവല്ല, ഞാൻ പ്രിയേ പ്രാവേ ഞാൻ നിന്റെ എത്ര പേർക്ക് അത് ആത്മാവിൽ അനുഭവിക്കാൻ പറ്റും? അടുത്ത വാക്യം, കൈനീട്ടി എന്റെ ഉള്ളം അവനെ ചൊല്ലി എന്ത് ചെയ്തു? ഉരുകിപ്പോയി. എന്റെ പ്രിയനെ തുറക്കേണ്ടതിന് ശ്രദ്ധിച്ചേ വാതിക്കൽ നിന്നും മുട്ടിയ പ്രിയൻ തന്റെ പ്രിയതമയോട് ചേർന്ന് വസിക്കാൻ ആഗ്രഹിച്ച പ്രിയൻ വാതിക്കൽ നിന്ന് മുട്ടുന്ന സ്വപ്നം കാണുക. ഇത് കണ്ട് സ്തോത്രം ഹല്ലേലൂയ, ഞാൻ വാതിൽ തുറന്നപ്പോ എന്താ സംഭവിച്ചേ? ആറാം വാക്യം വായിച്ചു. ആറാം വാക്യം, ഞാൻ എന്റെ പ്രിയന് വേണ്ടി തുറന്നു, എന്റെ പ്രിയനോ പോയി കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശതയായിരുന്നു. ഹല്ലേലൂയ. ആറാം വാക്യത്തിൽ ആ ഗൗരവം കിടക്കുന്നേ. പ്രിയതമ വാതിൽ തുറന്നു ചെന്നപ്പോൾ അവൾ കാണുന്നു തന്റെ പ്രിയനവിടെ. എത്ര പേർക്ക് മനസ്സിലായി? പറഞ്ഞു. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? ഹല്ലേലൂയ. ഞാൻ എന്റെ പ്രിയതമനെ വേണ്ടി വാതിൽ തുറന്നു, അല്ലേ? ഞാൻ എന്റെ പ്രിയതമന് വേണ്ടി വാതിൽ തുറന്നു, എന്നാൽ എന്റെ പ്രിയനെ ഞാൻ കണ്ടില്ല. എന്റെ പ്രിയൻ പൊയ്ക്കളഞ്ഞു. ഈ വാക്യം പൊരുള, ഇതിന്റെ നിഴൽ എന്താണെന്ന് മനസ്സിലാക്കണോ? ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണോ? വായിച്ചേ, ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35, 36 ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 12-ന്റെ 35, 36 നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി. നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ, യജമാനൻ കല്യാണത്തിന് പോയി വന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രിയ മണവാളം വരുമ്പോൾ നിങ്ങൾ ഉറങ്ങരുത്. സ്തോത്രം. പ്രിയതമ ഉറങ്ങിപ്പോയി. ഉറക്കമുണർന്നവൾ വന്നപ്പോൾ കാണുന്ന കാഴ്ച, വാതിലിൽ നിന്ന് മുട്ടിയ പ്രിയനില്ല. അന്വേഷിച്ചു, കണ്ടെത്തിയതുമില്ല. ഇതെന്തിനെയാ കാണിക്കുന്നേ? അരിമനാഥന്റെ പ്രത്യക്ഷതയെ കാണിക്കുക, അരിമനാഥന്റെ വരവിനെ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വാതില് മനസ്സിലായോ? നിന്റെ പ്രാണപ്രിയനെ നഷ്ടപ്പെടുത്തി കളയുന്ന നിലയിൽ നിന്റെ ഹൃദയത്തിന്റെ വാതിലിനെ നീ അടയ്ക്കരുത്. ചൂടാമ ശബ്ദന രഹസ്യാദര അധുര പ്രപഞ്ചാരീരമനഹസ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെളിപ്പാട്? എത്ര പേർക്ക് ആ വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? ഒന്ന് വായിച്ച വാക്യം. നിന്റെ അരകെട്ടി വിളക്ക് കത്തിച്ച്
നിന്റെ യജമാനന് വേണ്ടി നീ കാത്തിരിക്കണം. മുട്ടിയാൽ ഉടനെ വാതിൽ തുറക്കണം. അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കണം. അടുത്ത വാക്യം, യജമാനം വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവരകട്ടി പ്രത്യാശയുള്ളവരെ ദൈവത്തെ സ്തുതിക്കാമോ? നിന്റെ പ്രിയ മണവാളം വരുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ അവന്റെ മുമ്പിൽ കൊട്ടിയടച്ചാൽ അവന്റെ ശുശ്രൂഷകൾ നിനക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. ഒരു മണവാളൻ മണവാട്ടിക്ക് ചെയ്യുന്ന ശുശ്രൂഷകൾ അനുഭവിക്കാൻ നിനക്ക് കഴിയത്തില്ല. ഇന്ന് പകൽ നിന്റെ പ്രിയ മണവാളം വരുമ്പോൾ അവൻ വാതിൽ മുട്ടുമ്പോൾ തുറക്കത്തക്കവണ്ണം നീ അകത്തുണർന്നിരിക്കണം. ഇന്ന് പകൽ ലോക സംഭവങ്ങൾ പ്രാണപ്രിയന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, ഹൃദയങ്ങളെ കേൾക്കുവാൻ കഴിയാത്തവരെ നിന്നെ ഉറക്കിക്കളയുന്ന യാതൊരുവിധ കാര്യത്തിലും നീ ഏർപ്പെടരുതെന്ന് ദൈവാത്മാവ് നിന്നെ വിലക്കുന്നു. അയ്യോ, സ്വോത്രം എവിടെ പോയി? ആരാധന എവിടെ പോയി? അല്ലേരി എവിടെ പോയി? രക്തം ചെയ്യും. ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ ഏതുറക്കമാ? പുറമേയുള്ള ജഡിക ഉറക്കമല്ല. ആത്മീയമായി നീ ഉറങ്ങിപ്പോകരുത്. ആത്മീയമായി നീ ക്ഷീണിച്ചു പോകരുത്. നിന്റെ ആത്മീയതയിൽ ഉറക്കം വരരുത്. അങ്ങനെ വന്നാൽ നിന്റെ പ്രിയതമൻ വന്നു പോകുന്നത് നീ അറിയത്തില്ല. ഇവിടെ കിടന്ന് കാണിക്കാവുന്നതെല്ലാം കാണിക്കും. ഇവിടെ കിടന്ന് വലിയ ആട് കാണിക്കാം, എന്തെല്ലാം ചെയ്യാം. പ്രിയ മണവാളം വരുമ്പോൾ എടുക്കപ്പെട്ട് കണ്ടോ? ഉത്തമഗീതത്തിൽ വായിച്ച കേട്ടോ? പ്രിയതമ ഉണർന്നു വന്നപ്പോ മണവാളനെ കാണാനില്ല. അവിടെ മറ്റും അന്വേഷിച്ചു. അവള് മണവാളനെ കണ്ടുകിട്ടില്ല. അവള് ഞരങ്ങി വേദനയോടെ അവള് പറയുന്നൊരു കാര്യമുണ്ട്, എന്റെ പ്രിയനെ നിങ്ങൾ കണ്ടാൽ പറയണം, ഞാൻ അവന് വേണ്ടി ഇവിടെ കാത്തിരിക്കും. വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയ്ക്ക് കാത്തിരുന്ന് പോകാൻ ഒറ്റ അവസരമേ ഉള്ളെന്ന് മനസ്സിലാക്കണം. രണ്ടാമതൊരവസരം നമുക്കില്ല. അത് യഹൂദ ജനത്തിന്റെ അവകാശം. ആദ്യത്തെ കോളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ, ആദ്യത്തെ കോളിൽ മണവാളന്റെ ശബ്ദം കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ ഹൃദയം അടഞ്ഞിരിക്കുകയാണ്. നിന്റെ പ്രിയതമനകത്തു വന്ന് മണവാളൻ മണവാട്ടിക്ക് ചെയ്യുന്ന ശുശ്രൂഷകൾ നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്ന് പകൽ ഈ ദൂതിന്റെ മുമ്പിൽ ആര് ഹൃദയത്തെ സമർപ്പിക്കും? യാക്കോബിന്റെ ലേഖനം 5:9 പറയുന്നുണ്ട്, സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഇറങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാദിക്കൽ നിൽക്കുന്നു. ഏതായി ന്യായാധിപതി? ഏതായി സമയം? വിധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു സമയമുണ്ട്. ആ സമയം ഏതാ? ഈ ന്യായാധിപതി ഏതാ? അതിന്റെ മുകൾ വാക്യം നോക്കിയാൽ മതിയോ? 5:8 നോക്കിയാൽ മതി. അവിടെ വ്യക്തമായി കാണാം, നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കും. ആ സമയമേതാ? വാതുക്കൽ
ഒരുവൻ നിൽക്കുന്നുണ്ടല്ലോ ന്യായാധിപതി. ആ സമയമേതാ? വിധിക്കപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയമേതാ? അല്ലേ അതാ പറയുന്ന കർത്താവിന്റെ പ്രത്യക്ഷത സമീപമായിരിക്കും. അപ്പൊ വാതിക്കൽ നിന്ന് മുട്ടുന്ന ന്യായാധിപതി ആരാ? വേറെ ആരുമല്ല, ഞാനും നീയും കാത്തിരിക്കുന്ന ക്രിസ്തു എന്ന മണവാളൻ. ക്രിസ്തു എന്ന ഏക മണവാളന്, സഭ എന്ന മണവാളൻ. സ്തോത്രം. അതാ നമ്മൾ വെളിപ്പാട് 3:20 വായിച്ചത്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട്. ശബ്ദം കേൾക്കണമെങ്കിൽ ഉണർന്നിരിക്കണം. ഉണർന്നിരിക്കുന്നവന് ശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ. ആ കേൾക്കുന്നവൻ വാതിൽ തുറന്ന് ഞാൻ അകത്തു ചെന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിയുന്നു. ഇന്ന് വളരെ പ്രത്യാശയുള്ളവർ ആ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പാടാമോ? ലോക സംഭവങ്ങൾ പ്രാണപ്രിയന്റെ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ ഇന്ന് മകൾ അല്ലെങ്കിൽ നിന്റെ ഹൃദയത്തെ ദൈവശബ്ദം കേൾക്കാത്ത വിധത്തിൽ കുരുടാക്കി കളയുന്ന ലോകത്തിൻ്റെതാകുന്ന മോഹങ്ങളും ലോകത്തിൻ്റെതാകുന്ന പ്രവണതകളും ലോകത്തിൻ്റെതാകുന്ന സ്വാധീനങ്ങളെയും ജയിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് മകൾ പ്രാപിച്ചിട്ട് മടങ്ങാവുള്ളൂ. ഇന്ന് മകൾ അത് നേടിയെടുക്കണം. ഹൃദയത്തിന്റെ വാതിലുകളെ അടച്ചു കളയുന്ന പിശാചിന്റെ പ്രവണതകൾ, പിശാചിന്റെ സ്വാധീനതകൾ ഇന്നതിനെ ജയിക്കുന്ന ഒരു അഭിഷേകം നേടിയെടുക്ക. മടുപ്പ് മാറ്റ്, അലസത മാറ്റ്, ആത്മീയ ഉറക്കം മാറ്റ്. ഉണർന്നേ ആത്മാവിലും ഉണർന്നേ. നിന്റെ ഹൃദയം മടുത്തു പോയ ഇടത്തു നിന്ന്, നിന്റെ മനസ്സ് മടുത്തു പോയ ഇടത്തു നിന്ന് ദൈവാത്മാവ് എനിക്ക് വെളിപ്പാട് വരുന്നു. ആരുടെയൊക്കെയോ മനസ്സ് മടുത്തിട്ടുണ്ട്. ആത്മീയമായി ഉറക്കത്തിലാ പലരും, ആത്മീയമായി ഉറക്കത്തിലാ പലരും. ദൈവമക്കളെ, മണവാളം വരുമ്പോൾ നമ്മൾ പെട്ടുപോകരുത്. മണവാളം വരുമ്പോൾ നമ്മൾ അറിയാതെ പോകരുത്. ഇന്നവരെ ആത്മീയമായി പിശാച് ഉറക്കി കളയുന്ന ജീവിതങ്ങളുടെ മേൽ ഇന്നുവരെ വചനത്തിന്റെ ശക്തി ഇറങ്ങി ചെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവിക ജയം വ്യാപരിക്കട്ടെ. ആത്മീയ ഉറക്കം മാറട്ടെ, ആത്മീയ ഉറക്കം മാറട്ടെ, ആത്മീയ ഉറക്കം മാറട്ടെ, ആത്മീയ അലസത മാറട്ടെ, അലസത മാറട്ടെ, ഉറക്കം മാറട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉണർന്നേ, ആത്മീയമായി ഉണർന്നേ, ആത്മാവിൽ ഉണർന്നേ. ഞാനൊക്കെ ദൂരത്തും ഇരിക്കുന്നവർ ഉണർന്നേ, ആത്മീയമായി ഉണർന്നേ. ഉണരേണ്ട കാലമാ, ഉണരേണ്ട കാലമാ, ഉണർവിന്റെ കാലമാ. മണവാളൻ വരാൻ അധിക സമയമില്ല, മണവാളൻ വരാൻ അധിക താമസമില്ല. ഉണർന്ന് പ്രാർത്ഥിക്ക്, ഉണർന്ന് പ്രാർത്ഥിക്ക്, ഉണർന്ന് പ്രാർത്ഥിക്ക്. അലസത മാറാൻ, ആത്മീയ ശീലം മാറാൻ. ഈ ലോകത്തിന്റെ പ്രവണതകളിട്ട്, ഈ ലോകത്തിന്റെ സ്വാധീനങ്ങളിട്ട് നിന്റെ മേൽ ആത്മീയ ഉറക്കമിടുന്ന, ആത്മീയ അലസതയിടുന്ന ആ പൈശാചിക പദ്ധതികൾ, ആ ജഡത്തിന്റെ ആവിഷ്കാരങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറാൻ. ഭാവിച്ചേ, ആത്മാവില ഉണർവ് പ്രാപിച്ചേ. ഇത് വ്യക്തിപരമായ ദുരിത, വ്യക്തിപരമായ ഉണർവ് പ്രാപിക്കുക. എവിടെ അതിന്റെ പഴയ ആരാധന? എവിടെ നിന്റെ പഴയ വീട്ടുള്ള ആ സന്തോഷം? എവിടെ നിന്റെ പഴയ ആത്മീയ ഉണർവ്? എവിടെ ഉണർവ്? എവിടെ ഉണർവിലേക്ക് വന്നില്ലെങ്കിൽ നഷ്ടം നിനക്ക് മാത്രം, നഷ്ടം നിനക്ക് മാത്രം, നഷ്ടം നിനക്ക് മാത്രം. പ്രസംഗിക്കുന്ന എനിക്ക് പോകാൻ ഒന്നുമില്ല, നഷ്ടം നിനക്ക് മാത്രം. അലസത മാറ്റി, മടി മാറ്റി, ആത്മീയമായി ഉണർന്നു പോ. പ്രാർത്ഥനയിൽ ഉണർവ് വരട്ടെ, ആരാധനയിൽ ഉണർവ് വരട്ടെ.
നിനക്കുണർവ് വന്നാൽ നിന്റെ ഭവനത്തിന്റെ അകത്തത് വ്യാപരിക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു. നിനക്കുണർവ് വന്നാൽ നിന്റെ ഭവനാങ്കണത്തിൽ അത് വെളിപ്പെടുമെന്ന് ആത്മാവിനോട് സംസാരിക്കുന്നു. നിനക്കുണർവ് വന്നാൽ നിന്നോട് കൂടെ നിൽക്കുന്നവർക്ക് ഉണർവ് വരുമെന്ന് ആത്മാവിനോട് സംസാരിക്കുന്നു. ദൂരൊന്നും പറയുന്നില്ല, തലേ കൈവച്ച് ഉണ്ടെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞോളാം. മര്യാദയ്ക്ക് ഉണർന്നോണം. മടിയൊക്കെ മാറ്റണം, അലസതയൊക്കെ മാറ്റണം. ദൈവം അനുവദിച്ച് 2025 എന്ന വർഷം തന്നാൽ ഒരു കോംപ്രമൈസും ഇല്ല. മുഖത്ത് നോക്കി വെട്ടി തുറന്ന് ഞാൻ കാര്യം പറയും. ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലേലും കൊള്ളാം. ഹല്ലേലൂയ. വിളിച്ചാലും കൊള്ളാം, വിളിച്ചില്ലേലും കൊള്ളാം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ മാറ്റിവെച്ച ആ ശുശ്രൂഷ തലം എനിക്ക് ദൈവം ഒന്ന് മടക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യത്തില്ല. മുഖത്ത് നോക്കി ഞാൻ കാര്യം പറയും, പേര് വിളിച്ച് ഞാൻ കാര്യം പറയും. ഉടമന ഹസിയാം തരാ. ഇന്ന് മകൻ ആത്മാവി പറ. ഇപ്പൊ പറയുന്ന കോമണായ പറഞ്ഞു വിടുക. അല്ലെങ്കിൽ കർത്താവ് അനുവദിച്ച് തന്നാൽ മാനസാന്തരപ്പെട്ട് മര്യാദയ്ക്ക് ആത്മീയ ഉണർവിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ആത്മനിർമ്മിച്ചെന്ന് പറയാം. ആ ശുശ്രൂഷയിലേക്ക് ആത്മാവിനെ നിയോഗിച്ചാൽ എത്ര വലിയ പുള്ളിയാണേലും മുഖത്ത് നോക്കി ഞാൻ കാര്യം പറയും, പേരെടുത്ത് ഞാൻ കാര്യം പറയും. ഇന്ന് മകൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അലസത മാറ്റണം, ആത്മീയ അലസത മാറ്റണം, ആത്മീയ ഉറക്കം മാറ്റണം. അല്ലേലും ഇവിടെ വരുന്ന ദൈവമക്കൾ ഉറങ്ങുന്നവരല്ല, ഇവിടെ വരുന്ന ദൈവമക്കൾ ഉറങ്ങുന്നവരല്ല, സൂര്യനിരിക്കുന്ന ദൈവമക്കൾ ഉറങ്ങുന്നവരാകരുത്. നിങ്ങൾ ആത്മീയമായി ഉണരണം. എവിടെ നിന്റെ ഉണർവ്? നിന്റെ പഴയ ഉണർവുകളുടെ അതിലേക്ക് മടങ്ങി വാ. 2025 ആ പഴയ ഉണർവിലേക്ക് മടങ്ങി വരാൻ പ്രാർത്ഥിക്കുക. വീട് വെക്കാനും വീട് കിട്ടാനും കാറ് മേടിക്കാനും കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാനും അല്ലെങ്കിൽ അത് കിട്ടാനും ഇത് കിട്ടാനും അല്ല ആത്മാവ് എന്നോട് നിയോഗിക്കുന്നു. എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ സ്പിരിച്വൽ റിവൈവൽ, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ആത്മീയ ഉണർവ് പുതിയ കലണ്ടറിൽ ദൈവം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആർക്കും മനസ്സുണ്ട്. അവരുടെ ആ പകർച്ച നടക്കുമെന്ന് ദൈവം എന്നോട് സംസാരിക്കുന്നു. ആഗ്രഹമുള്ളവർ മാത്രം ആത്മാവിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക. ആത്മാവിൽ ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക, ഇന്ന് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നഷ്ടപ്പെട്ടു പോയ ആ ആത്മീയ ഉണർവ് എനിക്ക് ദൈവം മടക്കി തരണമേ. ഇല്ലാത്ത വർഷം മണവാളം വന്നു പോയെന്ന് നീ അറിയത്തില്ല. അതാ രണ്ടാമത്തെ വാതില്. നിന്നാ തീരത്തില്ല. അവിടെ എന്താ വായിച്ചേ? ദീർഘക്ഷമയോടെ എന്ന് പറഞ്ഞാൽ വരവ് വരെ കാത്തിരിക്കാൻ ഒരു മനസ്സ് വേണം. സ്തോത്രം. ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ ഒരു ഫ്ലൈറ്റിന് നമ്മൾ കയറുന്നതിന് മുമ്പ് 2-3 മണിക്കൂർ മുമ്പ് നമ്മൾ എയർപോർട്ടിൽ ചെല്ലാറുണ്ട്, ചെക്കിങ്ങിനും കാര്യങ്ങൾക്കുമായിട്ട്. ചിലപ്പോൾ പെട്ടെന്ന് വിളിച്ചു പറയുക ഫ്ലൈറ്റ് ലേറ്റ് ആണ്, ഒരു 7 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ എന്ത് മെച്ചപ്പാടുണ്ടെങ്കിലും നമ്മൾ അവിടെ ഇരിക്കാൻ എന്നാ കാര്യം? ഫ്ലൈറ്റ് ഇല്ലെന്നല്ല പറഞ്ഞത്. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഫ്ലൈറ്റ് ഇല്ലെന്നല്ല പറഞ്ഞത്, ഫ്ലൈറ്റ് അല്പം ലേറ്റ് എന്ന് വെച്ചാൽ കാത്തിരിക്കുക, വരും. സ്വതന്ത്രം. മണവാളൻ എന്ന് വരുമെന്ന് അറിയത്തില്ല, പക്ഷെ വരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എന്ന് വരുമെന്ന് അറിയത്തില്ല, വരുമെന്ന്.
അതുകൊണ്ട് ദീർഘക്ഷമയോടിരിപ്പിൻ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കണമെന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിന് സ്ഥിരത ഉണ്ട് എന്ന് വെച്ചാൽ മണവാളന്റെ വരവ് വരെ നിന്റെ മനസ്സിനെ ആരും പിടിച്ചെടുക്കും. ഒരു ശക്തിയും ഒരു സ്വാധീനങ്ങളും നിന്റെ ഹൃദയത്തെ പിടിച്ചെടുക്കും. നിന്റെ ഹൃദയത്തെ അമ്മാമയോട് കഴിയും, എന്നെ നോക്കി, നിന്റെ ഹൃദയത്തെ സ്ഥിരതയോടെ. കാരണം കർത്താവിന്റെ വരവ് സമീപിച്ചു. അതാ രണ്ടാമത്തെ വാതിൽ. മൂന്നാമത്തെ വാതിൽ 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ കയറി വരിക. അടുത്ത മേലാൽ സംഭവിക്കാതിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നു പകൽ ഈ വാതിൽ തുറക്കുമെന്ന് പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഈ വാതിൽ തുറക്കുന്ന ഒരു സമയമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. പക്ഷേ ഇന്ന് ഞാൻ തുറക്കുമെന്ന് പറഞ്ഞ വാതിൽ അത് വേറൊരു വാതിലാണ്. എന്ന് വെച്ചാൽ അത് വെളിപ്പാടിന്റെ വാതിൽ. ഇന്ന് പകൽ തുറക്കാൻ പോകുന്നത് വെളിപ്പാടിന്റെ വാതിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാതിൽ ഒരു ഊഹാമോഹമല്ല. ഈ വാതിലുണ്ട്. ഇത് യഥാർത്ഥമായ ഒരു വാതിലാണ്. സ്വർഗത്തിൽ ആ തുറന്ന വാതിൽ ഒരു യഥാർത്ഥ വാതിലാണ്. മനസ്സിലായി? എന്ന് വെച്ചാൽ ഒരു യഥാർത്ഥ ഡോറാണ്. ആമേൻ. ഒന്നാമത് വായിച്ച വാതിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു വാതിൽ എന്ന് വെച്ചാൽ അത് ഡോറല്ല, അതൊരു വാതിലല്ല, ഒരു വാതിലാണെന്നുള്ള നിലയിലാണ് സംസാരിച്ചത്. രണ്ടാമത്തെ പറഞ്ഞ വാതിൽ അതിന് ഒരു യഥാർത്ഥ ഡോറല്ല, അത് നമ്മുടെ ഹൃദയത്തെ കാണിക്കുന്നു. പക്ഷെ മൂന്നാമത് പറഞ്ഞ വാതിൽ അത് യഥാർത്ഥമാണ്. അതെപ്പോ തുറക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പറയാം. പക്ഷെ ഇവിടെ പറഞ്ഞ് ഞാൻ ഇന്ന് തുറക്കുമെന്ന് പറഞ്ഞ വാതിലിന്റെ പേരാ വെളിപ്പാടിന്റെ വാതിൽ. അത് പറയാനുള്ള കാര്യം, ആ വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്, മേലാൽ സംഭവിക്കാൻ പോകുന്നതിനെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതാ വെളിപ്പാടിന്റെ. അപ്പൊ ഈ വെളിപ്പാട് ഏതാ? കാണിച്ചു തരാമെന്ന് പറഞ്ഞ വെളിപ്പാട് ഏതാ? ഒന്ന് വായിച്ചേ. 1:1 വായിച്ചേ. വെളിപ്പാട് 1:1 യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. വേഗത്തിൽ സംഭവിക്കാനുള്ളത് ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം യോഹന്നാൻ എന്ത് ചെയ്തു? ആ വാക്ക് വേണമെന്ന് അടിവരെ പ്രദർശിപ്പിച്ചു. വെളിപ്പാടിന്റെ വാതിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കാണിക്കുക എന്നർത്ഥം. കാണിച്ച് കൊടുക്കുക എന്നായിരിക്കും. സ്തോത്രം. പ്രദർശിപ്പിക്കുക, കാണിച്ചു. എന്നാൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സിഗ്നിഫൈഡ് ആണ്. സ്തോത്രം. ഹല്ലേലൂയ. സിഗ്നിഫൈഡ് എന്ന് വെച്ചാൽ സൂചിപ്പിക്കുക എന്നാണ്. പക്ഷെ സിഗ്നിഫൈ എന്ന് പറഞ്ഞാൽ അടയാളത്തോടെ കാണിക്കുക. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്നു, മേലാ സംഭവിക്കാതിരിക്കുന്നത് ഞാൻ നിന്നെ കാണിച്ചു തരാം, അതിനായി ഞാൻ വെളിപ്പാടിന്റെ വാതിൽ തുറക്കാൻ പോവാം. അതാണ് 1:1 നമ്മൾ വായിച്ചത്. വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ യേശുക്രിസ്തു തന്റെ ദൂതൻ മുഖാന്തരം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. അതിനെ പ്രദർശിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അടയാളത്തോടെ കാണിച്ചു. ആമേൻ, ആമേൻ. ഈ മൂന്നാമത്തെ വാതിലിൽ നിന്നുകൊണ്ടൊരു ദൂത് പറയാം. ഇന്ന് നിന്റെ ജീവിതത്തിലും ഈ ഒരു വാതിൽ തുറക്കണം. ദൈവം അത് തുറക്കും. വിശ്വസിക്കുന്നവർ മാത്രമേ പറയാം. ദൈവം അത് തുറക്കും. ദൈവം അത് തുറക്കും. എന്നോട് ദൈവം ആ വാക്ക് തന്ന ദൂത് പറയാൻ പറയുന്നു. അടയാളത്തോടെ ചിലത് കാണത്തക്കവണ്ണം
ആ വാക്കാത്മാവ് ഇടപെടുന്നു. അടയാളത്തോടെ ചിലത് കാണത്തക്കവണ്ണം ഒരു വെളിപ്പാടിന്റെ വാതിൽ നിന്റെ അകത്തിന്നു മകൾ ആരാധനയിൽ തുറക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ഇരു കരങ്ങൾ അടിച്ച് ആത്മാവിനെ സ്വീകരിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ചില അടയാളത്തിന്റെ വെളിപ്പാടുകളും വെളിപ്പെടുത്തലുകളും ദൈവം ചെയ്യാൻ പോകുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അതെന്നോടുള്ള ദൂതമെന്ന് ഉറപ്പുള്ളവർ ഏറ്റെടുത്ത് വിടുതൽ സ്വീകരിക്കുക. അടയാളത്തോടെ തിരിച്ചത് കാണാൻ പോകുന്നു. അടയാളത്തോടെ തിരിച്ചത് കാണാൻ പോകുന്നു. അടയാളത്തോടെ തിരിച്ചത് കാണാൻ പോകുന്നു. അതിനായ ഒരു വാതിൽ തുറക്കുക. ഇതുവരെ പ്രദർശിപ്പിക്കാതെ നിന്റെ മുമ്പിൽ മറച്ചു വെച്ച ചിലത് ആത്മാവ് ഇടപെടുക. അടയാളത്തോടെ പ്രദർശിപ്പിക്കുമെന്ന് ആത്മാവ് ഇടപെടുന്നു. പ്രദർശിപ്പിക്കാതെ മറച്ചു വെച്ചതിനെ മറന്നേക്ക് വെളിപ്പെടുത്തിയതുപോലെ നിന്റെ മുമ്പിൽ ഒരു വാതിൽ നിന്റെ ദൈവം വെളിപ്പാടിന്റെ വാതിൽ പ്രദർശിപ്പിക്കാൻ പറയുക. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിക്കുക. വെളിപ്പാടിന്റെ വാതിൽ. സ്തോത്രം. വെളിപ്പാടിന്റെ വാതിൽ. മൂന്നാമത് ദൈവം തരുന്ന ദൂതത. ഈ വെളിപ്പാട് നീ പ്രാപിച്ചാൽ ഈ വെളിപ്പാടിലേക്ക് നിനക്ക് കയറിച്ചല്ല, അങ്ങനെ പറഞ്ഞ കയറിവാ. ഈ വെളിപ്പാടിലേക്ക് നിനക്ക് കയറാൻ സാധിച്ചാൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. നിന്റെ മുമ്പിൽ ചിലത് പ്രദർശിക്കപ്പെടും. നിന്റെ മുമ്പിൽ ചിലത് പ്രദർശിക്കപ്പെടും. നിന്റെ മുമ്പിൽ ഇതുവരെ മറഞ്ഞിരിക്കുന്ന ചിലത് ദൈവത്തിന്റെ ദൂതൻ പ്രദർശിപ്പിച്ച് തരുമെന്ന് ആത്മാവിന്നുവരെ സംസാരിക്കുന്നു. ഹല്ലേലൂയ. എന്നോടുള്ള ദൂതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏറ്റെടുത്ത് സ്വീകരിക്കുക. വെളിപ്പാടെന്ന വാക്കിന്റെ അർത്ഥം അത് തന്നെ. മറനീക്കി വെളിപ്പെടുത്തുക, മറനീക്കി പ്രദർശിപ്പിക്കുക. നിന്റെ മുമ്പിൽ 2024 വരെ വെളിപ്പെടാതെ നിന്നിട്ടുള്ള പലതും ആത്മാവ് ഇടപെടുന്നു. ഈ വാതിലേക്ക് നീ കയറിയാൽ, ഈ വെളിപ്പാടിലേക്ക് നീ കയറിയാൽ അങ്ങനെ വരും നാളുകളിൽ നിന്റെ മുമ്പിൽ പ്രദർശിക്കപ്പെടുന്ന നിലയിൽ ദൈവം അതിനെ വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. ആത്മാവിൽ സ്വീകരിക്കണം, ആത്മാവിൽ സ്വീകരിക്കണം. കഥ കണ്ട് ആരാധിക്കരുത്, കഥ കണ്ട് ആരാധിക്കരുത്, കഥ കേട്ട് ആരാധിക്കരുത്. ആത്മാവിൽ സ്വീകരിക്കണം. എങ്കിലേ വചനത്തിന്റെ വിടുതൽ നടക്കത്തുള്ളൂ. ഇന്ന് വക ചിലർ ഈ വെളിപ്പാടിലേക്ക് കയറുകട്ടോ. ദൈവാത്മാവിനോട് ഇടപെടുക. ഇന്ന് വക ചിലർ ഈ വെളിപ്പാടിന്റെ വാതിലിലേക്ക് കയറുക. വെളിപ്പാടിന്റെ വാതിലിലേക്ക് ചിലർ ഇന്ന് വകൽ കയറും. അതാ മൂന്നാമത്തെ വാതിൽ, വെളിപ്പാടിന്റെ വാതിൽ. കൃപ. നിന്നെ കുറിച്ച് കാണാൻ നിനക്കൊരു വെളിപ്പാട് വേണം. നിന്റെ കുടുംബത്തെ കുറിച്ച് കാണാൻ നിനക്കൊരു വെളിപ്പാട് വേണം. നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ കുറിച്ച് കാണാൻ നിനക്കൊരു വെളിപ്പാട് വേണം. ആ വെളിപ്പാടിലേക്ക് ദൈവം ഇന്നു പകരം നിന്നെ കയറ്റാൻ പോകുന്നത്.
എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്തുവിന്റെ വെളിപ്പാട് കർത്താവായ ക്രിസ്തു ദൂതൻ മുഖാന്തരം യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഇന്ന് വരെ നിന്റെ മുമ്പിൽ ചിലത് പ്രദർശിക്കപ്പെടേണ്ടതിനാ, നിന്റെ മുമ്പിൽ ചിലത് പ്രദർശിക്കപ്പെടേണ്ടതിന് ആത്മാവിനോട് ഇടപെടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പാടിന്റെ വാതിലിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുന്നു. ഇരു കൈ നീട്ടിയത് ഏറ്റെടുക്കുക, ഇരു കൈ നീട്ടിയത് സ്വീകരിക്കുക. നിന്റെ വെളിപ്പാടിനെ മറയ്ക്കുന്ന പൈശാചിക ശക്തികളുടെ വ്യാപാരം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു പുറത്തു. Yes, yes, yes. Ivana, Hamana, Atura, Managa, Ragana, Hudana, Ragathana, Viva Managaga, Hatuna, Prabanjaga, Adaga Managaga, Judatavagana. Ida Monamatha Vadi, Sorganturan, Sorganturan. ഇനി ഞാൻ അക്ഷരയമായി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാതിൽ, അതായത് ആ വാതിൽ, ആദ്യം പറഞ്ഞിരിക്കുന്ന ആ വാതിൽ ഏതാ? ഞാൻ ആത്മനിറവിൽ വെളിപ്പാട് ദൈവം നമുക്ക് തന്ന ദൂത പറഞ്ഞ വെളിപ്പാടിന്റെ വാതിൽ. പക്ഷെ പഠനത്തോട് വിധേയപ്പെടുമ്പോൾ ആ വാതിൽ ഏതാ? ആ വാതിൽ സഭ എടുക്കപ്പെടുന്നതാണ്. ആമേൻ. അനന്തരം എന്ന് വെച്ചാൽ സഭ എടുത്തതിന് ശേഷം ഒരു വാതിൽ തുറന്നു. പ്രിയമുള്ളവരെ, അത് ആ വാതിൽ തുറക്കാൻ ഇനി അധിക സമയം ഇല്ലെന്നായിരുന്നു. കാരണം ലോക സംഭവങ്ങൾ അതാ പറയുന്നത്. ഇസ്രായേലിനെ ഒരു വിഭാഗം ആക്രമിച്ച് അവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ സൗദി ആകട്ടെ, പാലസ്തീൻ ആകട്ടെ, റഷ്യയൊക്കെ അതിനെ പിന്തുണയ്ക്കുന്നു. ഇറാഖ് ആകട്ടെ, എല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്യാം? ഇസ്രായേലിന് തിരും. പക്ഷെ ഇസ്രായേലിന്റെ ജയം അവരുടെ ദൈവം. ദൈവം ഉള്ളിടത്തോളം കാലം അവരെ പരാജയപ്പെടുത്താൻ പറ്റും. സ്തോത്രം ചെയ്യുന്നു. ലോക സംഭവങ്ങൾ തിരുവചനത്തിന്റെ അടിസ്ഥാന പ്രകാരമാണെങ്കിൽ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കും. കർത്താവ് ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ, കർത്താവ് കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടെ ഒരുപാട് അപകടങ്ങളുണ്ട്, ഒരുപാട് ആക്സിഡന്റുകൾ വരും. കാഹളം ധ്വനിക്കും, ഒരുപാട് ആക്സിഡന്റുകൾ, ഒരുപാട് എമർജൻസി കേസുകൾ വരും. ഒരുപാട് എമർജൻസി കേസുകൾ. കാര്യം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാഹളം ധ്വനിക്കുന്നത്. വണ്ടി നിർത്തിയിട്ട് പോകാൻ പറ്റും? എന്നാ സൈഡിലോട്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് പോവാൻ പറ്റും? വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കാഹളം ധ്വനിക്കുന്നത്. ഓടിക്കുന്നവൻ പറന്നു പോകും. ഈ വണ്ടി എവിടെയെങ്കിലും ചെന്നിടുക. ഫോർ എക്സാമ്പിൾ, ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരാള്, കർത്താവിനെ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം നന്നായി ജീവിച്ചു, കാഹളം ധ്വനിച്ചു, ഫ്ലൈറ്റിൽ നിന്ന് പറന്നുപോയി. ആര് നിയന്ത്രിക്കും ഇതിനെ? ട്രെയിൻ ഓടിക്കുന്ന ഒരാള്, കർത്താവിന്റെ കാഹളം ധ്വനി കേട്ടു, അവര് രണ്ടുപേരും പറന്നുപോയി. ആ ട്രെയിനെ ആര് നിയന്ത്രിക്കും? കാഹളം ധ്വനിക്കുമ്പോൾ ഈ ഭൂമി വലിയ ഭൂകമ്പങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞൊടിയിടയിൽ ഇവിടുന്ന് ജനങ്ങളെ, വ്യക്തികളെ, മനുഷ്യരെ കാണാതെ വരും. കംപ്ലൈന്റ്, ഒരുപാട് പോലീസ് കേസുകൾ വരും. പോലീസുകാരും മിക്കവാറും ഇവിടെ കാണും. ഒരുപാട് പോലീസ് കേസുകൾ വരും. എന്റെ അച്ഛനെ കാണാനില്ല, എന്റെ വൈഫിനെ കാണാനില്ല, എന്റെ കുഞ്ഞുങ്ങൾ കുടുംബമായിട്ട് പോയാൽ രക്ഷ. സ്തോത്രം, പ്രശ്നമില്ല, പരാതി കൊണ്ട് പോകണ്ട. കുടുംബമായിട്ട് അങ്ങ് പോവാണല്ലേ, കുഴപ്പമില്ല. ഇവിടെ ആരെങ്കിലും ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അവരുടെ കാര്യം ഇച്ചിരി പ്രശ്നമാണ്.
എന്റെ അച്ഛനെ കാണാനില്ല, എന്റെ അമ്മാമയെ കാണാനില്ല, എന്റെ മക്കളെ കാണാൻ പരാതികളുമായിട്ടൊരു കൂട്ടം പോലീസ് സ്റ്റേഷനിൽ കയറി. വലിയ അസമാധാനങ്ങൾ ഉണ്ടാകും. കാര്യന സഭ എടുക്കപ്പെടും, സഭ എടുക്കപ്പെടും. ക്രൈസ്തലോട് ലോക സംഭവങ്ങൾ യേശുവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന കാഹളം തൊലിക്കുമ്പോൾ വലിയ പ്രശ്നമായിരിക്കും പോകും. പക്ഷേ ഞാൻ ആ സന്തോഷത്തോടെ പറയാ, ആ സമയത്ത് സഭ ഇവിടെ കാണില്ല. ഓ, പ്രത്യാശ എത്ര പേരുണ്ട് ആ സമയത്ത്? ഇത്രയും കോലാഹലങ്ങളും ഇത്രയും ബഹളവും ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ഉത്തമഗീതത്തിൽ വായിച്ചതുപോലെ പ്രിയന്റെ കൂടെ നമ്മൾ. ഹല്ലേലൂയ, സ്വതന്ത്രം. പോകുന്ന ഉറപ്പില്ലേലും ചുമ്മാ ഒന്ന് കാണും, ആത്മാവിലൊന്ന് കാണും. പോകുന്ന പലതിനും ഉറപ്പ് പോലുമില്ല. ഇനി ആ ഉറപ്പില്ലേ സാറില്ല, പോട്ടെ, ഒന്ന് പറയുന്നുണ്ട്, ആത്മാവിലെങ്കിലും ഒന്ന് കാണും. ആ, എന്റെ പ്രിയതമന്റെ കൂടെ ഞാൻ വ്യക്തം ചെയ്യാം. അപ്പൊ സ്വർഗം തുറന്നു, അതാ വാതിൽ. സ്വർഗം തുറന്നാൽ 3 കാര്യം നടക്കും. അതുകൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗം തുറന്ന 3, എഹെസ്കേൽ 1:1 വായിക്കണ്ട, ഒരു വാക്യങ്ങളും വായിക്കണ്ട. എഹെസ്കേൽ 1:1 പറയുന്നു, കേബാർ നദിയുടെ തീരത്ത് ഞാൻ ഇരിക്കുമ്പോൾ, പ്രവാസ ജീവിതം, കേബാർ നദിയുടെ തീരത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഒരു കാഴ്ച കണ്ട് സ്വർഗം തുറന്നു. ദിവ്യ ദർശനങ്ങളെ ഞാൻ കണ്ടു. സ്വർഗം തുറന്നാൽ ദർശനങ്ങൾ. എന്താ കാണുന്നത്? ചക്കയും മാങ്ങയും തേങ്ങയൊന്നും അല്ലേ. സ്വർഗം തുറന്നു കഴിഞ്ഞാൽ ഞാൻ ദർശനം കാണും. എന്താ കണ്ടത്? ഹല്ലേലൂയ. ആ ദിവ്യ ദർശനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നോട് എന്റെ ദൈവം നേരിട്ട് കാണിച്ചു തന്നു. അതതിന്റെ അർത്ഥം. ദിവ്യ ദർശനം ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദർശനം നേരിട്ട്, ഒരു ദൂതം പോലും ഇല്ലാതെ നേരിട്ട് എന്റെ ദൈവം എന്നെ കാണിച്ചു. അതാണ് ദിവ്യ ദർശനം. സ്വർഗം നിനക്ക് വേണ്ടി തുറന്നാൽ നീ ദർശനം കാണും. ആ, ദർശനം കാണും. വിശദീകരിക്കുന്നില്ല, സമയം പോയി. 2, ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഇനിയും എന്ത് എന്ന് ചിന്തിച്ചിരുന്ന ജനത്തിന്റെ നടുവിലേക്ക് സ്വർഗം തുറന്നു. ഓ, കൃപ കൃപ കൃപ. ഇന്ന് ആത്മാവിനോട് ഇടപെടുക. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ദുഃഖം പേറി നിൽക്കുന്ന ആരെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നോട് ആത്മാവ് സംസാരിക്കുകയാണ്. നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. നീ ചിലത് കാണാൻ പോവുകയാണ്. അല്ലെങ്കിൽ ആ ദൂത് പ്രാർത്ഥിച്ചോണം. 2, ഹല്ലേലൂയ, സ്തോത്രം. 2, അപ്പോസ്തല പ്രവൃത്തി 7:56 പറയുക, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് സ്തെഫാനോസ് തലപൊക്കി സ്വർഗത്തിലേക്ക് നോക്കി. ഉയരത്തിലേക്ക് നോക്കിയപ്പോ സ്വർഗം തുറന്നു. പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ ഇരിക്കുക. സ്വർഗം തുറന്നാൽ മഹത്വം കാണും. പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? സ്വർഗം തുറന്നാൽ മഹത്വം കാണും. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ എടുക്കാം. അപ്പൊ സ്വർഗം തുറന്നാൽ ദൈവം നേരിട്ട് കൈമാറുന്ന ദർശനം കാണും. സ്വർഗം തുറന്നാൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ തന്റെ മഹത്വം നീ കാണും. 3, മർക്കോസ് 1:10 പറയുന്നു, യേശു ക്രിസ്തു സ്നാനപ്പെട്ട് എഴുന്നേറ്റപ്പോൾ സ്വർഗം തുറന്നു. പ്രാവ്, അതിന്റെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ അവന്റെ മേൽ വന്നിരുന്നു. ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ദൂത്, ഇതിന്റെ അകത്തൊരു ദൂതുണ്ട്. ആ ദൂതൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതിന്റെ അകത്തൊരു ദൂതുണ്ട്. ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഇന്ന് പകൽ ആത്മാവ് ദൂത് പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് ദൈവം ആരാണെന്നല്ല, ദൈവത്തിന് നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന നിലയിൽ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? നിനക്ക് ദൈവം ആരാണെന്നല്ല, ദൈവത്തിന് നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന നിലയിൽ നിനക്ക് വേണ്ടി സ്വർഗം ഈ നാളുകളിൽ തുറന്നു. എത്ര പേർക്കത് മനസ്സിലായി? എത്ര പേർക്കത് മനസ്സിലായി? നിനക്ക് ദൈവം ആരാണെന്നല്ല,
ദൈവത്തിന് നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന നിലയിൽ ഈ നാടുകളിൽ സ്വർഗം തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കും. ആമേൻ. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചേ, വെറുതെ അല്ല പറഞ്ഞത്. പരസ്യ ജീവിതത്തിലാണെങ്കിലും രഹസ്യ ജീവിതത്തിലാണെങ്കിലും ഇവൻ എന്റെ പ്രിയപുത്രൻ. കണ്ടോ, അവിടെ വന്നപ്പോ സ്തോത്രം പോയത് കണ്ടോ? സ്തോത്രം. പരസ്യമായിട്ട് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ, അല്ലേ, യോർദാനിൽ പരസ്യമായിട്ട് ദൈവം പ്രഖ്യാപിച്ചത് ഇവൻ എന്റെ പ്രിയപുത്രൻ. എന്നാൽ പത്രോസും യോഹന്നാനും യാക്കോബും അടങ്ങുന്ന പേഴ്സണൽ ടൈമിലും ദൈവം അത് മാറ്റി പറഞ്ഞില്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ. എടാ, പരസ്യ ജീവിതത്തിൽ മാത്രമല്ല ദൈവം തന്റെ പുത്രനാണ് പറയേണ്ടത്, രഹസ്യ ജീവിതത്തിലും ദൈവം പറയണം, ഹല്ലേലൂയ, നീ എന്റെ പ്രിയപുത്രൻ, നീ എന്റെ പ്രിയപുത്രി. യേശു ക്രിസ്തു പരസ്യ ജീവിതത്തിലും രഹസ്യ ജീവിതത്തിലും യേശു ക്രിസ്തുവിനെ കുറിച്ച് പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇന്ന് പകൽ നിനക്ക് ദൈവം ആരാണെന്നല്ല, ദൈവത്തിന് നീ ആരാണെന്ന് തെളിയിക്കുന്ന നിലയിൽ സ്വർഗം തുറന്നു. വിശ്വസിക്കുന്നവരാമേ പറഞ്ഞു. ഒരു മഹത്വം വെളിപ്പെട്ടു. സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ അധിക താമസമില്ല. നമ്മുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട്, അധിക താമസമില്ല, നമ്മുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് നമ്മൾ ഒരു മഹത്വം കാണും. പ്രത്യാശകൾ എത്ര പേരുണ്ട്? പ്രത്യാശകൾ എത്ര പേരുണ്ട്? പ്രത്യാശകൾ എത്ര പേരുണ്ട്? എനിക്ക് ഉറപ്പാണ്, ഈ വചനം ആരുടെയൊക്കെ ഹൃദയത്തിൽ കയറിയിട്ടുണ്ടോ അവർക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കും. എനിക്ക് ഉറപ്പാണ്, ഈ ദൂതുകൾ അത്രത്തോളം ചില മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. അധിക താമസമില്ല, ഒരു മഹത്വം നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് നമ്മൾ കാണും. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം എഴുന്നേറ്റാണ്. സൂമിലുള്ളവർ എഴുന്നേക്കാൻ കഴിയുന്നു. എഴുന്നേറ്റാണ്. ഇത്ര നേരം ഇരിക്കുന്നു. എഴുന്നേറ്റാണ്. നിങ്ങളെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ചാണ്. എല്ലാവരും ഒരു നിമിഷം സമർപ്പിച്ചാണ്. എല്ലാവരും സമർപ്പിച്ചാണ്. അധിക താമസമില്ല. സ്റ്റെഫാനോസ് കണ്ടതുപോലെ, സ്റ്റെഫാനോസ് കണ്ടതുപോലെ നമ്മൾ നമ്മുടെ പ്രിയമണമാണ്. ഒരു നിമിഷം എല്ലാവരും സമർപ്പിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. വചനത്തിന്റെ മുമ്പിൽ കണ്ണുകൾ അടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോബ് പറഞ്ഞു, ഈ ദേഹം കൊണ്ടല്ല, ഈ നശിച്ച, ഈ അഴുകിയ ഈ ദേഹം കൊണ്ടല്ല, ഈ ദേഹം കൊണ്ടല്ല, അക്ഷയമായ ദേഹം, അഴുകാത്ത നശിക്കാത്ത ഒരു ദേഹം. അതുകൊണ്ട് അന്യന്റെ കണ്ണാലല്ല, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ എന്റെ പ്രിയനെ ഞാൻ എന്റെ പ്രിയനെ കാണും. ഒരു മഹത്വം കാണാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ കർത്താവിന്റെ വരവിന്റെ മഹത്വം. 3 വാതിൽ. 1, ദൈവം തുറന്നത്. എന്തിനാ ദൈവം തുറന്നത്? നമുക്ക് പ്രവർത്തിക്കാൻ. 2, നമ്മൾ തുറക്കേണ്ടത്. എന്തിനാ? കർത്താവിന്റെ വരവിൽ അവന്റെ ശബ്ദം കേൾക്കാൻ. 3, വെളിപ്പാടിന്റെ വാതിൽ. എന്തിനാ? മുൻപോട്ടുള്ള ജീവിതത്തെ നല്ല രീതിയിൽ നയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കത് സമർപ്പിച്ചു കൊടുക്കുക. ഇനിയും ഒരു വാതിൽ തുറക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രിയ മണവാളന്റെ വരവ്. നമുക്ക് പ്രത്യാശയോടെ
ആ മഹത്വം എന്റെ സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ കാണുമെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടും. യേശുവേ
ആരാധനയ്ക്ക് മാറ്റം വരിക, ആരാധനയ്ക്ക് മാറ്റം വരിക. വലിയ ഉണർവുകൾ വായിക്കുമ്പോൾ, വലിയ ഉണർവുകൾ വായിക്കുമ്പോൾ, വലിയ ഉണർവുകൾ വായിക്കുമ്പോൾ ആത്മാവിൽ ഏറ്റെടുക്കുക. എന്റെ ആത്മീയ ശീലങ്ങൾ ഒഴിയുന്നു, ആത്മീയ ശീലങ്ങൾ ഒഴിയുന്നു, ശാരീരിക ശീലങ്ങൾ ഒഴിയുന്നു, ശാരീരിക ശീലങ്ങൾ ഒഴിയുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കാതെ നിന്റെ മനസ്സിനെ പുറകോട്ട് വലിക്കുന്ന, നിന്റെ മനസ്സിന്റെ വാതിലിനെ അടയ്ക്കുന്ന ലോകത്തിന്റെ പ്രവണതകളെ, ലോകത്തിന്റെ സ്വാധീനങ്ങളെ, വിഷയൊരുക്കുന്ന എല്ലാ അനുഭവങ്ങളെയും ജയിക്കുന്ന ഒരു അഭിഷേകം നിന്റെ അകത്തേക്ക് കയറുന്നു. സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. പ്രിയനു വേണ്ടി പ്രിയതമ ഒരുങ്ങുന്നത് പോലെ നിന്നെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നിന്നെ ഭരിക്കാൻ പോകുന്നു. ഇതുവരെ ഭരിച്ചവരല്ല, ഇതുവരെ ഭരിച്ചവരല്ല. മണവാളന് വേണ്ടി മണവാട്ടിയെ ഒരുക്കുന്ന ഒരു വലിയ തത്വം ഒരു നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. സമർപ്പിച്ചോ, സമർപ്പിച്ചോ. നിന്നെയൊക്കെ ഏൽപ്പിച്ചു കൊടുത്തു, ഏൽപ്പിച്ചു കൊടുത്തു. ഈ മണവാട്ടിയെ ഒരുക്കാൻ പരിശുദ്ധാത്മാവിന് മുഴുവൻ സ്വാധീനവും നൽകുന്ന നിലയിൽ നിന്നെ ദൈവം ഒരുക്കിയെടുക്കാൻ പോകുകയാണ്. വചനത്തെ കാത്ത് ദൈവത്തിന് നിന്ന വരുത്താതെ, ദൈവത്തിന്റെ നാമത്തെ ദുഷിപ്പിക്കാതെ, ദൈവത്തിന്റെ നാമത്തെ നിഷേധിക്കാതെ നിൽക്കാനുള്ള കൃപ ദൈവം തരികയാണ്. ഇന്ന് പകലത് ഏറ്റെടുക്കും. പാട്ടുകാരൻ പാടിയതുപോലെ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണ മീട്ടും സംഘത്തിൽ ആ പൊൻ കിരീട കൂട്ടത്തിൽ അടുത്ത വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. എന്റെ പേർ വിളിക്കുവാൻ നേരത്തിൽ ഹല്ലേലൂയ
ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതന്മാർ വീണകൾ മീട്ടുന്ന നേരത്തിൽ ആ പൊൻകിരീടങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്റെ പേരവൻ വിളിക്കുക. കണ്ണുനീർ നിറഞ്ഞ ലോകമേ, ഈ ലോകം കണ്ണുനീര് നിറഞ്ഞതാ. നിന്നിൽ നിന്ന് ഞാൻ മറയും. ഈ കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്ന് ഞാൻ മറയും. കണ്ണിമയ്ക്കും നൊടി നേരത്തിൽ എത്തും ഞാൻ ആ തീരത്ത്. ഹല്ലേലൂയ. പ്രത്യാശയുള്ളവര്, പ്രത്യാശ മഹത്വം കാണുമെന്ന് ഉറപ്പുള്ളവര്, നൊടി നേരത്തിൽ ഞാൻ അവിടെ എത്തും. എന്റെ ഓട്ടവും എന്റെ അധ്വാനവും ഞാൻ കാത്ത എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസത്തിന്റെ പേരിൽ പലരും നിന്നെ പകയ്ക്കുന്നുണ്ടോ? വിശ്വാസത്തിന്റെ പേരിൽ പലരും നിന്ദിക്കുന്നുണ്ടോ? എന്തിനാ ബൈബിളും പൊക്കിക്കൊണ്ട് പോകുന്നത്? എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിച്ചു നടക്കുന്നേ? എന്തിനാ ഇങ്ങനെ അലറി കൂവുന്നേ? എന്തിനാ ഇങ്ങനെ അന്യഭാഷ നിന്ദിക്കുന്നുണ്ടോ? പാട്ടുകാരൻ പറയുക, അല്ലെങ്കിൽ നിന്റെ ഓട്ടവും അധ്വാനവും നീ കാത്ത വിശ്വാസവും വ്യർത്ഥമല്ല, അത് നിശ്ചയം. അത് വ്യർത്ഥമായി പോകത്തില്ല, നിശ്ചയം. കാരണം നീ വിശ്വാസം കാത്ത നീ, വചനം കാക്കുന്ന നീ, തന്റെ നാമത്തെ നിഷേധിക്കാത്ത നീ വേഗം കാണും ആ മണവാളനെ. വേഗം കാണും ആ മണവാളനെ എന്ന് പറഞ്ഞ പ്രത്യാശയോടെ നമുക്ക് സമയം. ഈ ദൂതുകളാൽ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇപ്പോൾ ബിജിച്ചാൻ പ്രാർത്ഥിച്ചു. അനുഗ്രഹത്തോടെ ഇപ്പോൾ പിതാവാകും ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകും യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധ ആത്മാവിന്റെ സഹവാസം, കാവൽ കൂട്ടായി നാം പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളും ഇന്ന് പ്രാപിച്ച ദൈവവചനത്തിന്റെ മേലും വിടുതലിന്റെ മേലും നമുക്കായി തുറക്കപ്പെട്ട വാതിലുകളുടെ മേൽ കർത്താവിന്റെ രണ്ടാം വരവോളം
ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള നന്ദിയും ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു.